ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് GSTR1 എങ്ങനെയാണ് ടാലി പ്രൈമിൽ നിന്നും ഫയൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം GSTR1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ബിസിനസ്സിലെ സെയിൽസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ GSTR1 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ മാസത്തിലും നമ്മൾ 2 റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. ഒന്ന് GSTR1 മറ്റേത് GSTR3 ഫയൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ്? GSTR1 കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ടാലിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ GST റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു GSTയുടെ സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ GST എന്താണ്, അതേപോലെ തന്നെ GST പർച്ചേസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് 2 പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത പാർട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ GST റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ 2 പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ അതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് തരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് GSTR1 ഡീറ്റെയിൽസ് ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ ഗോറ്റൂർ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ GST റിപ്പോർട്ട്സ് അടിച്ച് ജസ്റ്റ് ഇവിടെ അങ്ങനെ GST എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ GSTR1 നമുക്കിവിടെ വരും. അപ്പോൾ GSTR1 ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ GSTR1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ബിസിനസ്സിലെ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് GSTR1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നമുക്ക് കാണിക്കും. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും ടോട്ടൽ വൗച്ചേഴ്സ് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇൻക്ലൂഡഡ് ഇൻ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാരണം നമ്മൾ ഒരു റിട്ടേൺ ആണ്, കാരണം നമ്മൾ ഒരു വൗച്ചറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണിക്കും അൺസർട്ടൺ ട്രാൻസാക്ഷൻസ് കറക്ഷൻസ് നീഡഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും നില്ലായിരിക്കണം. കാരണം ഇവിടെ നമുക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ ചെയ്തതിൽ എറേഴ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ നമ്മൾക്ക് ഇവിടെ പർട്ടിക്കുലേഴ്സിൽ നമ്മൾക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഫസ്റ്റിൽ പറയുന്നത് B2B ഇൻവോയ്സസ് ആണ്. B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു രജിസ്റ്റേർഡ് ഡീലർ വേറൊരു രജിസ്റ്റേർഡ് ഡീലർക്ക് ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ അത് ഏത് ഇൻവോയ്സിലാണ് വരിക? അത് ഏത് പട്ടികയിലാണ് വരിക? B2B ഇൻവോയ്സിലാണ് വരിക. അപ്പോൾ നമ്മൾ GSTR1 സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ഓരോ പട്ടികയായിട്ടാണ് ഉണ്ടായിരിക്കുക. ഓരോ ടേബിളാണ് ഓരോന്നിനും. ഇത് ഏത് ടേബിളിലാണ് വന്ന് കിടക്കുക? B2B ഇൻവോയ്സ് പറഞ്ഞ ടേബിളിലാണ് ഇത് വന്ന് കിടക്കുക. അപ്പോൾ നമ്മളിപ്പോൾ B2Bയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു വൗച്ചറാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടാക്സബിൾ എമൗണ്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ CGST, അതിൻ്റെ SGST. ഇവിടെ ടാക്സ് എമൗണ്ട് 27,480 വന്നിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇതും ഈ ടാക്സും കൂടി കൂട്ടിയിട്ട് 256,480 ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് B2C ലാർജ് ഇൻവോയ്സ് എന്താണെന്നുള്ളത് നോക്കാം. B2C ലാർജ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് B2C ലാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ടു കൺസ്യൂമർ ആണ്. അപ്പോൾ ബിസിനസ് ടു കൺസ്യൂമറിൽ വരുന്ന ലാർജ് ഇൻവോയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ നിന്ന്, ഇപ്പോൾ ഞാൻ കേരളത്തിൽ നിൽക്കുന്നു, ഞാനിപ്പോൾ കർണാടകയിലേക്കാണ് ഗുഡ്സ് അയക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 2,50,000 എബോവ് ആണെന്ന് വിചാരിക്കുക. അത് B2C ലാർജിലാണ് ഉണ്ടായിരിക്കുക. അതായത് ഇൻഡർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിൽ 2,50,000 മുകളിലാണ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ രജിസ്റ്റേർഡ് പാർട്ടിയാണ്, അൺരജിസ്റ്റേർഡ് പാർട്ടിക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു പാർട്ടിക്ക് ഞാൻ ഗുഡ്സ് വിൽക്കുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏതിലാണ് പെടുക? B2C ലാർജിലാണ് പെടുക. അപ്പോൾ ഇൻഡർസ്റ്റേറ്റ് കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? 2,50,000 മുകളിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? B2C ലാർജ് ഇൻവോയ്സ് ആയിട്ടാണ് എടുക്കുക. ഇനി B2C സ്മോൾ ഉണ്ട്. B2C സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ടു കൺസ്യൂമർ തന്നെയാണ്. അതെന്താണ്? 2,50,000 കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? അതെന്താണ്? B2C സ്മോൾ ആയിട്ടാണ് എടുക്കുക. അപ്പോൾ വിത്തിൻ ദ സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക. 2,50,000 മുകളിലാണെങ്കിലും കുറവാണെന്നുണ്ടെങ്കിലും എന്താണ്? അതെല്ലാം B2C സ്മോൾ ഇൻവോയ്സസ് ആയിട്ടാണ് എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഡർസ്റ്റേറ്റ് ആകുമ്പോൾ മാത്രമാണ് 2,50,000 മുകളിലാവുമ്പോൾ B2C ലാർജ് ആയിട്ട് എടുക്കുള്ളൂ.
അടുത്തത് എക്സ്പോർട്ട് ഇൻവോയ്സസ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടേബിളിലാണ് അത് വന്ന് കിടക്കുക. ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് നോട്ട് രജിസ്റ്റേർഡ്. എന്താണ് ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ അതെന്താണ്, ഡെബിറ്റ് നോട്ടാണ്. സെയിൽ ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ അതെന്താണ്, ക്രെഡിറ്റ് നോട്ടാണ്. അപ്പോൾ അത് രജിസ്റ്റേർഡും ഉണ്ടായിരിക്കും അൺരജിസ്റ്റേർഡും ഉണ്ടായിരിക്കും. അപ്പോൾ അത് രണ്ടും നമുക്ക് ഈ ഒരു ടേബിളിലാണ് വന്ന് കിടക്കുക. അപ്പോൾ രണ്ടിനും നമുക്ക് സെപ്പറേറ്റ് ടേബിൾ ഉണ്ട്. അടുത്തത് എന്താണ്, അമെൻഡഡ് B2B ഇൻവോയ്സസ്. അതായത് നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾക്ക് ഈ മാസം നമ്മൾക്കത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ അമെൻഡഡ് B2B ഇൻവോയ്സസും ഉണ്ട്, അമെൻഡഡ് B2C ലാർജും ഉണ്ട്, അമെൻഡഡ് എക്സ്പോർട്ട് ഇൻവോയ്സും ഉണ്ട്. അതേപോലെ തന്നെ അമെൻഡഡ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് നോട്ട് രജിസ്റ്റേർഡ് ഉണ്ട്, അമെൻഡഡ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് നോട്ട് അൺരജിസ്റ്റേർഡും ഉണ്ട്. അതേപോലെ നമ്മുടെ B2C സ്മോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്മോൾ ഇൻവോയ്സ് ആണെങ്കിൽ അത് B2C സ്മോളിലേക്കാണ് കിടക്കുക. നിൽ റേറ്റഡ് ഇൻവോയ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ടാക്സ് റേറ്റുകളൊന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് കിടക്കുക, നിൽ റേറ്റഡ് ഇൻവോയ്സിലാണ് കിടക്കുക. അതേപോലെ അമെൻമെന്റ് എന്താണ്, B2C സ്മോൾ ഇൻവോയ്സ് ആണെങ്കിൽ, അതായത് കഴിഞ്ഞ മാസം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഈ മാസം നമ്മൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. നെക്സ്റ്റ് എന്നുണ്ടെങ്കിൽ എന്താണ്, ടാക്സ് ലയബിലിറ്റി അഡ്വാൻസ് റിസീവ്. അതായത് നമ്മൾ ഈ മാസം നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് സെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ അതിൻ്റെ ലയബിലിറ്റി ടാക്സ് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അഡ്വാൻസ് റിസീവിലേക്ക് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്വാൻസസ്. അപ്പോൾ നമുക്ക് അടുത്ത മാസം നമ്മൾ എന്താണ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ അതാണ് എന്ത്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്വാൻസസ്. അമെൻഡഡ് ടാക്സ് ലയബിലിറ്റി അഡ്വാൻസ് റിസീവ്ഡ്. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, ഈ അഡ്വാൻസ് റിസീവ് ചെയ്തതും അതേപോലെ തന്നെ ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നമുക്ക് എന്താണ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അമെൻമെന്റ് ടാക്സ് ലയബിലിറ്റി. അതേപോലെ തന്നെയാണ് അമെൻഡഡ് ഓഫ് അഡ്ജസ്റ്റഡ് അഡ്വാൻസസും. അടുത്തത് HSN സമ്മറിയാണ്. നെക്സ്റ്റ് പറഞ്ഞെങ്കിൽ എന്താണ്, ഡോക്യുമെന്റ് സമ്മറിയാണ്. അപ്പോൾ ഡോക്യുമെന്റ് സമ്മറിയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് സമ്മറി, ഇൻവോയ്സസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ സെയിൽസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരെണ്ണമാണ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഈ ഒരു ഫയലിനെ നമ്മൾ എന്താണ് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് എക്സലിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പോർട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് കറണ്ട് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കോൺഫിഗർ ക്ലിക്ക് ചെയ്യാം. കോൺഫിഗർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫയൽ ഫോർമാറ്റ് കൊണ്ട് കാണിക്കും. അപ്പോൾ നമുക്ക് എക്സലിലേക്ക് നമുക്ക് ഈ ഒരു ഡാറ്റകളെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് വെക്കാം. കാരണം അങ്ങനെ നമുക്ക് അപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു എക്സ്പോർട്ടഡ് ഫയൽ എടുത്താൽ മതി. ഇനി നമുക്ക് എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ടാലിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് GSTR1 ഫയൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മളെ നേരിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക, ഇവിടെ തന്നെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്പൺ GST പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ GST നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക, അതിൻ്റെ പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ GSTയുടെ സൈറ്റിലേക്ക് വരും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഗൂഗിളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾ അവിടെ വെച്ചിട്ടാണ് ഇനി നമ്മൾ ആ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്, കാരണം എനിക്ക് GST നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൈറ്റിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് എഴുതി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. കാരണം അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ അവിടെ ടാലിയിൽ നിന്ന് നമ്മൾ അവിടെ ഓപ്പൺ GST പോർട്ടൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ GSTയുടെ സൈറ്റിലേക്കാണ് വരിക. അവിടെ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഫയലിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ GST പോർട്ടൽ എടുത്തു, അവിടെ നമ്മൾ സൈൻ ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് കാണാം റിട്ടേൺ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട് കാണും. അവിടെ അടിയിൽ നമ്മൾക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ ഇയറും മന്തും, അതായത് നമ്മൾ ഏത് വർഷത്തിലാണ് ചെയ്യണത്. അപ്പോൾ അവിടെ മുന്നേത്തെ മന്തായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. നമ്മളവിടെ സെലക്ട് ചെയ്യണം നമ്മൾ ഏത് മന്തിനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു മന്ത് ഫ്രം ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് സെർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GSTR1 GSTR3 രണ്ട് കോളങ്ങൾ ഇവിടെ കാണിക്കും താഴത്തായിട്ട്. അതിൽ നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, GSTR1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെ നമുക്ക് പ്രിപ്പയർ ഓൺലൈനും ഉണ്ടായിരിക്കും, പ്രിപ്പയർ ഓഫ്ലൈനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, നമ്മൾ ആദ്യം
ഇവിടെ പ്രിപ്പയർ ഓഫ്ലൈൻ ആണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾക്ക് ഇൻവോയ്സ് അപ്ലോഡ്, അതായത് നമ്മൾ നേരത്തെ ടാലിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഫയല് നമ്മൾക്ക് ചൂസ് ചെയ്യാനൊരു ഓപ്ഷൻ വരും. ഇവിടെ ചൂസ് ഫയൽ എന്ന് പറഞ്ഞിട്ട് വരും. ആ ഫയൽ നമ്മൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഫയൽ ഒരു ഇതിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ സേവ് ചെയ്തോടത്ത് നമുക്ക് ആ ഡയറക്ടറിയിൽ നിന്ന് നമ്മൾക്ക് ആ ഒരു ഫയൽ നമുക്ക് അവിടെ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ GSTR1 അവിടെ നമ്മൾ മന്ത് ഇയർ നമ്മളവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫയൽ നെയിം നമ്മളവിടെ കൊടുക്കാം. അവിടെ നമുക്ക് മന്തും ഇയറും നമ്മളവിടെ കൊടുക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആ ഫയൽ അപ്ലോഡ് ചെയ്യണം. അതായത് ടാലിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ വിൽ വാലിഡേറ്റ് ഇൻ 15 മിനിറ്റ്സ്, അതായത് അത് അപ്ഡേറ്റ് ചെയ്ത് വരാൻ ഒരു 15 മിനിറ്റ്സ് ടൈം എടുക്കും. അത് കഴിഞ്ഞ് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഫയൽ റിട്ടേണിലേക്ക് നമ്മൾ ബാക്ക് അടിച്ചിട്ട് പോകുക. അത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഡാഷ്ബോർഡ് കാണിക്കും. അവിടെ വീണ്ടും ഒന്നും കൂടി നമ്മൾ ഫിനാൻഷ്യൽ ഇയർ മന്തും എൻ്റർ ചെയ്യുക. റീഎൻ്റർ ഫിനാൻഷ്യൽ ഇയർ മന്ത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരിക, അപ്പോൾ വീണ്ടും ഈ പ്രിപ്പയർ ഓൺലൈൻ ഓഫ്ലൈൻ എന്നുള്ള വിൻഡോയിലേക്ക് തന്നെയാണ് വരിക. അവിടെ നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓൺലൈൻ്റെ അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓൺലൈനിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൽ അപ്പിയർ ഓൾ ദ ഡാറ്റ വിച്ച് വി പ്രിപ്പയർ. നമ്മൾ ചെയ്തിട്ടുള്ള അതായത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാലിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറേ ടേബിളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. B2B ഇൻവോയ്സ്, B2C, ലാർജ്, HSN കോഡ്, സമ്മറി, ഇങ്ങനെ പറഞ്ഞ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ഇതും നമുക്കിവിടെ കാണിക്കും. B2B ഇൻവോയ്സ്, B2C ഇൻവോയ്സ്, HSN സമ്മറി എന്ന് പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും നമുക്കവിടെ കാണിക്കും. അത് കഴിഞ്ഞാൽ നമുക്കൊരു അക്നോളജ്മെൻറ്റ് വരും. നമുക്ക് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് 2 തരത്തിൽ നമുക്ക് ഫയൽ സബ്മിറ്റ് ചെയ്യാം. ഫയൽ റിട്ടേൺ OTP ഓർ ഡിജിറ്റൽ സിഗ്നേച്ചർ, അതായത് OTP വഴി നമുക്ക് ഇതാക്കാം. അതേപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ. OTP ആണെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP നമ്പർ നമുക്ക് വരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റിട്ടേൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അവിടെ ഫയൽ സ്റ്റാറ്റസിൻ്റെ അവിടെ ഫയൽഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നമ്മൾ GST സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ആ ഒരു മന്തിലെ ഫയൽഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ടേക്ക് പ്രിൻ്റ് ഔട്ട് ഓഫ് ഫയൽഡ് GSTR1 ആൻഡ് കീപ് ആസ് പ്രൂഫ്. അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. കാരണം അതിൻ്റെ ഒരു പ്രൂഫ് നമ്മൾ എടുത്തിട്ട് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.